ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജോൺ കൊസൻസ്കി ഡയറക്റ്റ് ചെയ്ത് ബ്രാഡ് പിറ്റ് പ്രധാന വേഷത്തിൽ വരുന്ന F1 ആണ്. ഓക്കെ, സ്ട്രൈറ്റ് ടു ദ പോയിന്റ് ഞാൻ വരാം. പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു സിനിമയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഒരു സിനിഫൈലിനേക്കാൾ ഉപരി ഒരു തിയേറ്റർ എന്തൂസിയാസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറയും, ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണണമെന്ന്. അതും കഴിവതും ഐമാക്സിൽ തന്നെ, അല്ലെങ്കിൽ കിട്ടുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ക്രീനിൽ ഇത് കാണാൻ ശ്രമിക്കുക. ബിക്കോസ് ഈ സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ടോപ്പ് ഗൺ മാവറിക് നമ്മളിലേക്ക് എത്തിച്ച ഡയറക്ടറിൻ്റെ അടുത്ത സിനിമ ഫോർമുല 1 റേസിങ്ങിനെ കുറിച്ചാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ കാണുമല്ലോ. ആ എക്സ്പെക്റ്റേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഈ സിനിമയുടെ ഒരു മോർ ദാൻ 50% അല്ലെങ്കിൽ ഒരു 60-70% റേസിങ്ങിന് തന്നെയാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. അത് അത്രയും കിടിലമായിട്ട് എല്ലാ ആംഗിളിലും ഇവിടെ കവർ ചെയ്തിട്ടുമുണ്ട്. ഒരു പഴയ ഫോർമുല 1 ഡ്രൈവറായ ബ്രാഡ് പിറ്റിൻ്റെ ക്യാരക്ടർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ പഴയ കൂട്ടുകാരൻ്റെ റേസിംഗ് ടീമിന് വേണ്ടി ഡ്രൈവ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ അയാളുടെ കൂടെയുള്ള ടീം മെമ്പർ ഒരു യങ് ആയിട്ടുള്ള റേസറാണ്. സോ ഫാസ്റ്റ് ആൻഡ് അറഗൻ്റ് ആയിട്ടുള്ള രണ്ട് റേസേഴ്സ് ഒത്തുപോകേണ്ടി വരുന്നതും ഒന്നിച്ച് അവർക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നതും ആ റേസിംഗ് ടീമിനെ തന്നെ രക്ഷിക്കേണ്ടി വരുന്നതും എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പിന്നീട് പറയുന്നത്. ഇത്തരം സ്പോർട്സ് സിനിമകളിൽ കാണുന്ന ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അതേ ട്രാക്ക് തന്നെയാണ് ഇവിടെയും. പ്രായമായ റേസിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഹീറോ, അയാൾ അഡ്വൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന യങ് ആൻഡ് അറഗൻ്റ് ആയിട്ടുള്ള റേസർ. സോ ആ ഒരു ട്രാക്ക് തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെയാണ് ജോൺ കൊസൻസ്കി ആസ് എ ഡയറക്ടർ അയാളുടെ മിടുക്ക് കാണിക്കുന്നത്. ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, തിരക്കഥ എടുത്താലും ക്ലീഷേ ആകുമെന്ന് തോന്നുന്ന പോയിന്റിൽ അത് ഫീൽ ചെയ്യാത്ത വിധത്തിൽ കഥയും കഥാപാത്രങ്ങളെയും മുൻപോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. ടോപ്പ് ഗൺ മാവറിക്കും ഒരു സെയിം കഥ പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഇവിടെ രണ്ട് സിനിമകളിലെ പ്രൊട്ടാഗണിസ്റ്റ് സ്വഭാവം കൊണ്ട് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഒരു 60 വയസ്സുള്ള ഫോർമുല 1 ഡ്രൈവറിനെ എങ്ങനെ കഥയിൽ ഉൾപ്പെടുത്താം എന്നതിന് ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ബ്രാഡ് പിറ്റ് ഒന്നും പറയാനില്ല. ഈ പ്രായത്തിലും തൻ്റെ ലുക്ക്, ഫിസിക്, സ്വാഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതും ഇവിടെ യങ് ആകാനല്ല അയാൾ ശ്രമിക്കുന്നത്. പുള്ളിയുടെ ഏജ് എന്താണോ അതിന് അപ്രോപ്രിയേറ്റ് ആയ രീതിയിലാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സപ്പോർട്ടിംഗ് വേഷത്തിൽ വന്ന ജേവിയർ ബർദാമും ഡാംസൺ ഇഡ്രിസും കെറി കോണ്ടറും അവരുടെ പർപ്പസ് സെർവ് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള റോളുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ ടോപ്പ് ഗൺ എടുത്താലും F1 എടുത്താലും ഇവിടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നായകനും നായികയുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ ആ ഒരു റൊമാൻറ്റിക് ആംഗിൾ ക്ലീഷേ ആവാതെ ഇവിടെ കാണിച്ചിട്ടുമുണ്ട്. ഈ സപ്പോർട്ടിംഗ് ആക്ടേഴ്സിനെ പോലെ തന്നെ ഈ സിനിമയിലെ ഇവരോടിക്കുന്ന കാറിനും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പിറ്റ് സ്റ്റോപ്പ് ടീമിനും ഒരു സപ്ലോട്ട് പോലെ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമർ നന്നായിട്ട് പലയിടത്തും വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്ത് റേസിൽ തന്നെ യഥാർത്ഥ ഫോർമുല 1 റേസേഴ്സ് ആയിട്ടുള്ള ലൂയിസ് ഹാമിൽട്ടനെയും മാക്സ് വെസ്റ്റപ്പനെയും ഒക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലെവൽ ഓഫ് റിയലിസം ഇവിടെ നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും. ഈ ഫോർമുല 1 റേസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ സിനിമ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു പഞ്ച് തന്നെ ആയിരിക്കും. ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക്കും ഇവിടെ ടെൻഷൻ ബിൽഡ് ചെയ്യുന്നിടത്ത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിൽ സിനിമയുടെ ലെങ്ത് ഒരല്പം കൂടുതലായിട്ട് ചിലപ്പം ചിലർക്ക് ഫീൽ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഫോർമുല 1ൻ്റെ ചില ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നതും അത് കഥയിൽ ഉൾപ്പെടുത്തിയ രീതിയും ചിലർക്കൊരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്തേക്കാം. സോ ഓവറോൾ പറഞ്ഞാൽ ഒരു ഫാൻറ്റാസ്റ്റിക് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നൊരു സ്പോർട്സ് സിനിമ തന്നെയാണ് F1. കഥയിലെ ക്ലീഷേഴ്സ് നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ ഒരു റേസിംഗ് സിനിമ അതിൻ്റെ മാക്സിമം ഇമ്പാക്റ്റിൽ ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഒരു രക്ഷയില്ല, കിടിലൻ പടമാണ്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് F1. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്നുള്ള താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.